പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ നമ്മൾ കയറാൻ പോകുന്നത്. ഇന്നത്തെ രാവിൽ നമ്മൾ പ്രധാനപ്പെട്ട ചെയ്യേണ്ട 3 അമലുകളെ കുറിച്ച് പറയാം. പൊന്നായ 3 അമലുകളായി ഇത് 3. ഒന്ന് സ്വലാത്താണ്. ഒരു സ്വലാത്ത് മതിയാകും നമ്മൾ സാധാരണ ചെല്ലുന്ന ആയിരക്കണക്കിന് സ്വലാത്തിനേക്കാൾ മഹത്വത്തിൽ മറികടക്കാൻ. അപ്പോൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്, ഏതൊക്കെ ആദാബുകളാണ് പാലിക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അതേപോലെ ഇന്ന് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ദുആ, ശൈത്താൻ കരഞ്ഞുകൊണ്ട് ഓടും. ഒരു കൊല്ലം എൻ്റെ ഫസാദായല്ലോ റബ്ബേ, ഈ മനുഷ്യൻ്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുത്തല്ലോ എന്ന് വിളിച്ചു പറഞ്ഞ് ശൈത്താൻ വേദനിച്ചു ഓടും അത്രേ. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദുആ കൊണ്ടുവന്നാൽ അതോടൊപ്പം ഒരു പരിശുദ്ധമായ ആയത്ത് ഡെയിലി നമ്മൾ ഓതേണ്ട ആയത്താണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറുക, നമ്മുടെ ജീവിതം, നമ്മുടെ ഇടപാടുകൾ, കച്ചവടം, ബിസിനസ്, സാമ്പത്തികം, കുടുംബം എല്ലാം റാഹത്താവുക, എല്ലാവിധ മുസീബത്തുകളെ തൊട്ട് രക്ഷപ്പെടുക. അതിന് ഇന്ന് നമ്മൾ പ്രത്യേകം പരിഗണിച്ച് ഓതേണ്ട ആയത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ രാവിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്നുണ്ടോ, ഇന്നത്തെ രാവിൽ തന്നെ കാണാം. അതിന് പ്രത്യേകമായി ഈ ഒരു ആയത്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് പാരായണം ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി. ഇത്രയേറെ പോലീസയാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മുഹിബ്ബീങ്ങളെ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്ന, നമ്മുടെ ക്ലാസ് മജ്‌ലിസൊക്കെ മുടങ്ങാതെ കാണുന്ന, പഠിക്കുന്ന, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന എല്ലാ മുഹിബ്ബീങ്ങൾക്കും അള്ളാഹു പ്രത്യേകം ബറക്കത്ത് നൽകട്ടെ. എല്ലാ മുസ്ലിമാത്തുകൾക്കും അള്ളാഹു മഗ്‌ഫിറത്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചു ഖബറിൽ പോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സ്വർഗീയ ആനന്ദത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ നമ്മൾ ചേരാൻ പോകുന്നത്. ഈ പരിശുദ്ധമായ മുഹൂർത്തത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു 3 കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുണ്ട്. ഒന്നെന്താ, ഇന്നത്തെ രാവിൽ പ്രത്യേകിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് പ്രത്യേകം സുന്നത്താണല്ലോ. ആ സ്വലാത്തുകൾ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമ്മൾ 1000, 10000 സ്വലാത്ത് ചൊല്ലുന്നുണ്ടാകാം. പക്ഷെ ചൊല്ലുമ്പോൾ പാലിക്കേണ്ട ചില ആദാബുകൾ പാലിക്കാത്തത് കൊണ്ട് ആദാബുകൾ, മര്യാദകൾ ചിലത് പരിഗണിച്ച് ചെയ്യുന്ന ഒരു സ്വലാത്തിനോളം വരില്ല. അത്രയും സ്വലാത്തുകൾ, ആയിരക്കണക്കിന് സ്വലാത്തുകൾ, അതിനെ മറികടക്കാൻ പറ്റും ഒറ്റ സ്വലാത്ത്. അതെങ്ങനെ ചൊല്ലേണ്ടത് നമുക്ക് പറയാനുണ്ട്. അതേപോലെ തന്നെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ മൊമെൻറ്റുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസാനത്തെ മുഹൂർത്തം ഉണ്ടല്ലോ, ഈ മുഹൂർത്തത്തിൽ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ദുആ മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ, ഈ പരിശുദ്ധമായ ദുആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترله ونسيته ولم تنسه ولم أتب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترضاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. നമ്മൾ ആത്മാർത്ഥമായി ഈ ദുആ 3 വട്ടം കൽബറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ, ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിനൊക്കെ ദുആക്ക് ഇജാബത്ത് കൂടുതലാണല്ലോ, അവസാനത്തെ മുഹൂർത്തത്തിലേക്ക് ഒന്നുകൂടെ ചേരാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാത്രി ചൊല്ലിയിട്ടുണ്ട്. അതിനേക്കാൾ എഫക്റ്റ് കൂടും ഇന്നത്തെ രാവിൽ. അപ്പോൾ ഈ ദുആ ആത്മാർത്ഥമായി ഇന്നത്തെ രാവിൽ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം തഅബിനാ മഅഹു തുലസന, ഒരു കൊല്ലം മുഴുവനും എല്ലാ പണിയും ഒഴിവാക്കിയിട്ട് ഈ മനുഷ്യൻ്റെ പിന്നാലെ, സഹോദരിയുടെ പിന്നാലെ ഞാൻ നടന്നിട്ട് ഒറ്റ സാഅത്ത് കൊണ്ട്, നിമിഷം കൊണ്ട് എൻ്റെ അധ്വാനം മുഴുവനും ബാത്തിലാക്കി കളഞ്ഞല്ലോ, എല്ലാം തകർത്തിക്കളഞ്ഞല്ലോ എന്ന് പിശാച് നിലവിളിച്ചോടുന്ന പ്രഗത്ഭമായ ദുആയാണ്. ഈ ദുആ നമ്മൾ ഇന്ന് പ്രത്യേകം പരിഗണിക്കണം, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. ഇനി നമ്മുടെ മുന്നിൽ ദുൽഹിജ്ജയിൽ ഒരു വെള്ളിയാഴ്ച രാവില്ല. അടുത്ത കൊല്ലം അള്ളാഹു ഒരുപാട് വർഷം ദുൽഹിജ്ജ മാസത്തിൻ്റെ മനോഹരമായ വെള്ളിയാഴ്ച രാവിൽ സമ്മേളിക്കാൻ അള്ളാഹു ആയുരാരോഗ്യം ആഫിയത്തോടു കൂടെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലിയാലും കൂലിയാണ്.
വെറുതെ ഞാനിങ്ങനെ ഇരുന്നിട്ട് അശ്രദ്ധമായിട്ട് ചൊല്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനലിൽ ഈ ക്യാമറയുടെ പിന്നിൽ ഞാൻ ഇരുന്നിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് കൂലി ഉറപ്പാണ്. അല്ല, മകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വലാത്തിന് കിട്ടേണ്ട 100 മാർക്ക് കിട്ടണമെങ്കിൽ എന്തിനു വേണം? നമ്മുടെ ഖൽബിന് പ്രസൻസ് വേണം, ഹൃദയ സാന്നിധ്യം. അൽഹംദുലില്ലാ, കഴിയുമെങ്കിൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒളു ചെയ്യാൻ പറ്റാത്ത അശുദ്ധിയുടെ സമയമാകും. അപ്പോൾ അവർ സാധാരണ വൃത്തിയിൽ ഇരുന്നു കൊണ്ട് ഉപയോഗപ്പെടുത്താം, ഒളു പറ്റൂലല്ലോ. എന്നാൽ ഒളു എടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ സഹോദരന്മാരൊക്കെ ഒളുവോടുകൂടെ ഒന്നാമത്തെ നിബന്ധനയാണ്. രണ്ടാമത് ഖിബ്ലക്ക് തിരിഞ്ഞിരിക്കുക, ഖിബ്ലയിലേക്ക് തിരിയുക. ആ ഇരുന്ന് അത്തഹിയാത്തിൽ ഇരിക്കുന്ന പോലെ പറ്റുമെങ്കിൽ പറ്റുന്നിടത്തോളം ഒരു സ്വലാത്ത് ചൊല്ലാനേ പറ്റുള്ളൂ, കാലിന് വയ്യ. അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഒരു സ്വലാത്ത് ചൊല്ലാനേ പറ്റുള്ളൂ, മതി. അത് കഴിഞ്ഞ് നമുക്ക് കാല് മാറ്റി ഇരിക്കാമല്ലോ, അല്ലെങ്കിൽ എത്ര പറ്റും അത്രയും ഇരിക്കാം. അതൊരു ബഹുമാനത്തിൻ്റെ ഇരുത്തമാണ്. അപ്പോൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇരിക്കുക. പിന്നെ നമ്മുടെ ഹൃദയ സാന്നിധ്യം ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മഹത്വം, അവിടുത്തെ സ്ഥാനം, അവിടുത്തെ അധ്വാനങ്ങൾ, അവിടുത്തെ കഠിനാധ്വാനങ്ങൾ, അവിടുത്തെ വേദനകൾ, പ്രയാസങ്ങൾ എല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് അവിടുത്തെ ബഹുമാനത്തോടു കൂടെ തന്നെ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ ആ ഒറ്റ സ്വലാത്ത് മതിയാകും അശ്രദ്ധമായി ചെല്ലുന്ന 1000 സ്വലാത്തുകളെ മറികടക്കാൻ. അപ്പോൾ അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾക്ക് കഴിയുമെങ്കിൽ ആ ഒരു നിബന്ധന പാലിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഒന്ന് ചൊല്ലി നോക്കിയ പ്രിയപ്പെട്ടവരെ. അല്ലാത്ത നേരത്തൊക്കെ നമുക്ക് ചൊല്ലാം. ഇന്ന് ഒരു 10 സ്വലാത്തെങ്കിലും അൽഹംദുലില്ലാ ഇങ്ങനെ ചൊല്ലി നോക്കിയാൽ അത് മതിയാകും നമുക്ക് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശഫാഅത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ മാറാൻ, നമ്മുടെ ടെൻഷൻ മാറാനും, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ മാറാനും, നമുക്ക് രോഗങ്ങളൊക്കെ ശിഫായി കിട്ടാനും, പിന്നെ മൗഫറത്ത് കിട്ടാനും സ്വലാത്ത് മതിയാകും. നിബന്ധനകൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരു കേസ് കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്ന് പറഞ്ഞു, നമ്മൾ അവസാന ഘട്ടത്തിൽ ദുൽഹിജ്ജയിൽ ചെയ്യേണ്ട ദുആയെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം സ്വലാത്ത് ഒരെണ്ണം ചൊല്ലിയാൽ പോലും ഈ ആദാബുകൾ പാലിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ വല്ലാത്ത മഹത്വമാണെന്ന് പറഞ്ഞു. അതോടൊപ്പം മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് നബി തങ്ങളെ മദ്ഹ് പറയുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഗത്ഭമായ ആയത്ത് സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. മുഅ്മിനാണോ മുസ്ലിമത്തായ ഉമ്മയാണോ മനപ്പാടമുണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അവർ നോക്കിയിട്ടാണെങ്കിലും ഓതുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മുടങ്ങാതെ ഉപയോഗിക്കുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ അത്ഭുത രഹസ്യമാണ്, ആയത്താണ്. ഈ ആയത്ത് ഏതാണത്? സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തിൽ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ പരിശുദ്ധമായ ആയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ എത്ര മഹത്വമെന്നറിയോ? മഹാനായ ശിബിലി റളിയല്ലാഹു തആല വലിയ ആരിഫാണ്, വലിയ ജ്ഞാനിയാണ്. ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമി സംസാരിച്ച ആളാണ്. ശിബിലി റളിയല്ലാഹു തആല മഹാന്മാരൊക്കെ പെടുത്തിയിട്ടുണ്ട്. ഭൂമി വർത്താനം പറഞ്ഞത്രേ യാ ശിബിലി കും മിസ്ലി എന്ന് ഭൂമി സംസാരിച്ചിട്ടുണ്ട്. ചരിത്രം വിശാലമാണ്, ഞാൻ കടക്കുന്നില്ല. ഒരു ദിവസം ഒരു വയോധികനായ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ അവിടുത്തെ സദസ്സിലേക്ക്, എൽമു പറയുന്ന മജ്ലിസിലേക്ക് കയറി വന്നു. അവിടുന്ന് നേരെ പോയിട്ട് എണീറ്റ് പോയിട്ട് മുത്തഅല്ലിമീങ്ങൾ തൻ്റെ സ്റ്റുഡൻസായ ഉസ്താദുമാരൊക്കെ ഇരിക്കുകയാണ്, തൻ്റെ ശിഷ്യന്മാരിയ്ക്കാൻ. അതിനിടയിൽ പോയി അദ്ദേഹത്തെ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം ദർസെടുക്കാൻ, ദീൻ പറഞ്ഞു കൊടുക്കാനിരുന്ന പ്രത്യേകമായ വിരിപ്പുണ്ടല്ലോ, ആ വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്തിട്ട് അവിടെ ഇരുത്തി എന്തോ സംസാരിച്ചിട്ട് അദ്ദേഹം തിരിഞ്ഞു പോയെന്ന്. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ ആളുകൾ ചോദിക്കുന്നുണ്ട്, പണ്ഡിത വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, ഈ നാട്ടുകാരെ മുഴുവനും അത്ര തലക്ക് സ്ഥിരതയില്ല എന്ന് പറയുന്ന, മജ്നൂനാണെന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ എന്താണ് ഇങ്ങനെ ആദരിക്കാൻ കാരണം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ആദരിച്ചതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് ശിബിലി റളിയല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ എന്താ? ശിബിലി റളിയല്ലാഹു തആല ഒരു വേള പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിലും ഉണർച്ചയിലൊക്കെ കാണുന്ന അള്ളാഹു തൗഫീഖ് കൊടുത്ത വലിയ മഹാനാണ്. അങ്ങനെ കണ്ടപ്പോൾ, നബിതങ്ങളെ കാണാൻ അവസരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വഹാബത്തിനിടയിൽ നിന്ന് എണീറ്റ് പോയിട്ട് ഇദ്ദേഹത്തെ ബഹുമാനിച്ച് കൊണ്ടുവന്നിട്ട് നബിതങ്ങളെ വിരിപ്പിലിരുത്തുന്നതായിട്ട് ശിബിലി റളിയല്ലാഹു തആല കണ്ടു. അപ്പോൾ ശിബിലി റളിയല്ലാഹു തആല ചോദിച്ചു, എല്ലാവരും മജ്നൂനാണെന്ന് പറയുന്ന ഇദ്ദേഹത്തെ എന്താണ് ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ കാരണം പുണ്യ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എല്ലാ നിസ്കാര ശേഷവും ഇദ്ദേഹം ഒരു സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ലും. ഒറ്റ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതോടൊപ്പം പരിശുദ്ധമായ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തിൽ ലഖദ് ജാഅക്കും തുടങ്ങുന്ന ഈ ഒരു ആയത്ത് ഒറ്റവട്ടം ഓതും, ഒരു സ്വലാത്തും ചൊല്ലും. ഇത് ഫർദ് നിസ്കാര ശേഷം പതിവായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. അതുകൊണ്ട് ബഹുമാനിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആലോചിച്ച് നോക്കേ, എത്ര പോലീശയാണ് ഈ പരിശുദ്ധമായ ലഖദ് ജാഅക്കും സൂറത്ത് തൗബയുടെ അവസാനത്തെ ഈ 2 ആയത്തുകൾ. ഇന്ന് തന്നെ അൽഹംദുലില്ലാ കഴിയുമെങ്കിൽ രാത്രി കിടക്കാൻ നേരം ഒളു എടുത്തുകൊണ്ട് വരിക, അൽഹംദുലില്ലാ, എന്നിട്ട് വലതുഭാഗം ചെരിഞ്ഞിട്ട് കിടക്കുക. സുന്നത്തായ കിടത്തം, വലതുഭാഗം ചെരിഞ്ഞ് ഖിബലയിലേക്ക്. വലതുഭാഗം ചെരിയുമ്പോൾ മുഖവും ശരീരവും എങ്ങോട്ടാകണം? ഖിബലയിലേക്ക്.
അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കിടത്തം സെറ്റപ്പ് ചെയ്യണം. വലതുഭാഗം ചെരിഞ്ഞു, ഖിബിലയിലേക്ക് മുഖവും നെഞ്ചും മുന്നിട്ടു. എന്നിട്ട് പരിശുദ്ധമായ ആയത്ത് മിനിമം ഒരു വട്ടെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം. കഴിയുമെങ്കിൽ ഈ പരിശുദ്ധമായ ആയത്ത് ഒരു 21 വട്ടം എണ്ണം തെറ്റാതൊന്ന് പാരായണം ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ ആ ഉറക്കിലേക്ക് പോകുമ്പോൾ തീർച്ചയായും മനാമിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇന്ന് തന്നെ കാണാം. അത് ഈ ആയത്തിൻ്റെ പവറാണ്. അത് ചൊല്ലുന്ന ആളുടെ യഖീൻ പോലെ ഇരിക്കും, വിശ്വാസം പോലെ ഇരിക്കും. അപ്പോൾ ഏറ്റവും പോരിശയുള്ള ഇന്ന് പ്രത്യേകം നമ്മൾ മറക്കാതെ ഇന്നത്തെ രാവിലെ ചെയ്യേണ്ട ദുആഇനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ പാലിക്കേണ്ട ആദാബുകൾ പറഞ്ഞു. അതിൽ ഏത് അഥവാ പാലിക്കാൻ പറ്റുമ്പോൾ ഒരു ഉമ്മാക്ക് ഒതു കൊടുക്കാൻ പറ്റില്ല, ശുദ്ധിയുടെ ടൈമാണ്. ആയിക്കോട്ടെ, ഉള്ള വൃത്തിയിൽ വന്നിരുന്നിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, അത്തഹിയാത്തിൻ്റെ മോഡലിരിക്കുക, എന്നിട്ട് ചൊല്ലുക, ഹൃദയത്തിൽ സാന്നിധ്യം ഉണ്ടാക്കുക, മതിയല്ലോ. വൃത്തിയാകാൻ പറ്റുന്നവർ, ഒതു കൊടുക്കാൻ പറ്റുന്നവർക്ക് അതോടുകൂടി അൽഹംദുലില്ലാ ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് പീരീഡിൻ്റെ സമയമാണ്, ഒതു കൊടുക്കാൻ പറ്റില്ല രാത്രി. എന്നാൽ ചുമ്മാ വലതുഭാഗത്തേക്ക് ശരീരവും നെഞ്ചും മുഖവും ഖിബിലയിലേക്ക് ആക്കിയിട്ട് വലതുഭാഗത്ത് ചെരിഞ്ഞിടുന്ന് ഈ പരിശുദ്ധമായ ആയത്ത് ഒരു ദിക്ർ എന്നുള്ള നിയ്യത്തിൽ വേണമെങ്കിൽ ഓതാം. അല്ലെങ്കിൽ ശുദ്ധിയാകുന്ന സമയത്ത് നല്ല റാഹത്തായി ഒതുവൊക്കെ എടുത്തിട്ട് ഭയഭക്തിയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഓതുക, നേട്ടങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇതിൻ്റെ ശ്രേഷ്ഠത വിലമതിക്കാൻ കഴിയുന്ന മഹത്വങ്ങളെക്കാൾ വലുതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടാക്കും. ഈ പരിശുദ്ധമായ ആയത്ത് ഒരു ദിവസം രാവിലെ സുബഹി കഴിഞ്ഞിട്ട് 7 വട്ടം പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അമീന മിൻകുല്ലി മക്രൂഹിൻ, അന്ന് വെറുക്കുന്ന ഒന്നും ഉണ്ടാകില്ല, അന്ന് നെഞ്ചുവേദന ഉണ്ടാകില്ല, അന്ന് വാഹനം അപകടത്തിൽപ്പെടില്ല, അന്ന് നമ്മുടെ മക്കൾ രോഗിയായി എന്ന് വാർത്ത കേൾക്കില്ല, അന്ന് ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല, അന്ന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകില്ല, അന്ന് കച്ചവടം മോശമാകില്ല. അമീന മിൻകുല്ലി മക്രൂഹ്, വെറുക്കപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകില്ല. അള്ളാഹുവിൻ്റെ അമ്മിന് നിർഭയത്വം കിട്ടും. ഹത്തൽ മൗത്ത്, അത് ഓതിയിട്ടുണ്ടെങ്കിൽ അന്ന് മരണം ഉണ്ടാവില്ല, പിന്നെ പിറ്റേ ദിവസം നോക്കിയാൽ മതി. അത്രയേറെ എഫക്റ്റാണ്. ഇമാമുകൾ മുഫസ്സിറുകൾ കിതാബിൽ രേഖപ്പെടുത്തിയ ഇബാറത്ത ഞാൻ ഈ പറയുന്നത്, അത്രയേറെ പവറാണ്. ഈ ആയത്ത് ഒരു വിശ്വാസിയുടെ ലൈഫിൽ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഫർദ് നിസ്കാരം കഴിയുമ്പോൾ ഒരു ആയത്തും ഒരു സ്വലാത്തും മിനിമം അൽഹംദുലില്ലാ. അത് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് 7 വട്ടം ഓതാം ഈ ആയത്തുകൾ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 വട്ടം. ഒന്ന് പതിവാക്കി നോക്കിയ പ്രിയപ്പെട്ടവരെ, അത്ഭുതം കാണാൻ കഴിയും. നമുക്ക് കിടക്കാൻ നേരത്ത് ചൊല്ലിയാൽ അത്ഭുതം നേരിട്ട് കാണാം, ഇന്ന് തന്നെ കാണാം. അത്രയേറെ പ്രത്യേകതകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെയും ദുആഇൻ്റെയും സ്വലാത്തിൻ്റെയും ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. നമുക്ക് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അനുകൂലമായി ഉപകാരപ്പെടുന്ന രീതിയിൽ കിട്ടിയിട്ട് പുതിയൊരു വർഷത്തിലേക്ക് പുതിയൊരാളായിട്ട് കടന്നു വരാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിയാറായിട്ട് കടന്നു വരാൻ, മരണത്തിലേക്കൊരു വയസ്സ് നമുക്ക് കൂടി മരണത്തിലേക്ക് നമ്മൾ അടുത്തു. അപ്പോൾ അള്ളാഹിനെ പൊരുത്തപ്പെട്ട ഒരു ദാസദാസിയാകാൻ ഈ അമലുകളൊക്കെ പ്രധാനമാണ്. ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പല രോഗികളും പല നിലക്കും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് കുറച്ച് ക്രിട്ടിക്കലാണ്, കുറച്ച് പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും, പല സഹോദരിമാരും പല സഹോദരങ്ങൾ, എല്ലാവർക്കും അള്ളാഹു അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് കാമിലായി ശിഫാ നൽകട്ടെ, സലാമത്ത് നൽകട്ടെ, ഇരുലോക വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشر